ഞാൻ ഭ്രാന്തിയാണ്. ഐ എം ഹെൽപ്ലെസ്. ഐ എം കൈ കഴുകുകയാണ്. കാലിന്റെ അടിയിൽ മണ്ണ് ഒലിച്ചു പോണ അവസ്ഥയായിരുന്നു. എനിക്ക് ഷോപ്പിംഗ് മോളിൽ പോയിട്ട് എല്ലാം ഒന്ന് കണ്ടാൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇവരൊക്കെ പറഞ്ഞത് കണ്ടിട്ടാണ് കുളി നിർത്തിയത്. എനിക്ക് കല്യാണത്തിന് ശേഷം എന്റെ ലൈഫ് എല്ലാം പച്ച പിടിച്ചിട്ടുണ്ട്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒരു വീഡിയോസും ഞാൻ ഫോളോ ചെയ്യാറില്ല. അപ്പൊ ഞാൻ നരേന്റെ നായികയുടെ പ്രസന്റ് ചെയ്യുന്നത്. ഹായ് ഹലോ ഗൃഹലക്ഷ്മി വ്യൂവേഴ്സ്. ഇൻ ദ ലിറ്റിൽ ടോക്സിൽ ഐ ഗോട്ട് എ വെരി വെരി സ്പെഷ്യൽ ഗസ്റ്റ്. വി ഹാവ് ദ വെരി ഓൺ വർഷ വിത്ത് us ഓൺ ലിറ്റിൽ ടോക്സ്. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്റെ ഔട്ട് ഓഫ് ദി ക്യൂരിയോസിറ്റി ആട്ടോ. എന്താണ് വെറും വർഷ? ഹൗ കം ആ ഒരു പേരെങ്ങനെ വന്നു? എന്ത് സംബന്ധിച്ചാല് ഞാൻ റേഡിയോയിലായിരുന്നല്ലോ. അപ്പം ഞാൻ റേഡിയോയിൽ വരുന്ന സമയത്ത് ഞങ്ങളുടെ റേഡിയോന്റെ പേര് കൂട്ടിയിട്ടാണ് നമ്മുടെ ആർജേസിനെ എല്ലാവരും നമ്മൾ ഇടണം, സോഷ്യൽ മീഡിയയിൽ ഇടണം. അങ്ങനെ ഞാൻ എന്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. വൺസ് ഇറങ്ങിയ സമയത്ത് ഞാൻ ഭയങ്കര മടിച്ചെന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങൾ ഭയങ്കര സ്ലോ ആണ്. പെട്ടെന്നൊന്നും ഞാൻ ഒന്നും ചെയ്യില്ല. അപ്പം ഇറങ്ങിയ പാടെ തന്നെ പേര് മാറ്റണമായിരുന്നു. പക്ഷെ ഞാൻ മാറ്റിയില്ല. ഞാൻ കുറച്ച് ഒരാഴ്ച 2 ആഴ്ച ഇങ്ങനെ ആ പേരിനെ വെച്ചിരുന്നപ്പം HR വിളിച്ചിട്ട് ചോദിച്ചു അവിടുന്ന്, വൈ വർഷ ഈസ് നോട്ട് ചേഞ്ചിങ് റെയിൻ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്കത് ഇമോഷണൽ ഡാമേജ് ആയി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HR വിളിച്ച് ചോദിക്കുകയാണ് വർഷന്റെ പേര് മാറ്റാത്തെ, ഇപ്പോഴൊന്നും നമ്മളെ പേര് വെച്ചോണ്ടിരിക്കണേന്ന്. അപ്പൊ എനിക്ക് ആകെപ്പെടെ ദേഷ്യം തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് പേരിടുന്നു ചോദിച്ചു. അപ്പം നോക്കുമ്പോൾ നമ്മൾ RJs എല്ലാവരും റേഡിയോ മനസ്സിറങ്ങി കഴിഞ്ഞാൽ RJ കൂട്ടിയിട്ടേ ഇടുള്ളൂ. RJ വർഷ അല്ലെങ്കിൽ RJ എന്താണെന്ന് വെച്ചാൽ പേര് അങ്ങനെ ഇടുള്ളൂ. അപ്പൊ എല്ലാവരും അങ്ങനെ ഇടുന്നത് കാരണം ഞാൻ വിചാരിച്ചു വേണ്ട, അങ്ങനെ വെറുതെ ഒരു RJ വർഷ എന്നിടണ്ട, പകരം വെറും വർഷ എന്നിടാന്ന് വിചാരിച്ചു. എനിക്ക് അറിഞ്ഞൂടാ, ആ സമയത്ത് എവിടുന്നോ എന്റെ മൈൻഡിൽ കയറി വന്ന പേരാണ്. ഇട്ടപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ കളിയൊക്കെ അയ്യേ നീ എന്ത് ഈ വെറും നിട്ടിക്കണെന്ന് പറഞ്ഞു. പക്ഷെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് എന്തൊക്കെ എന്നെ കളിയാക്കുന്നു അതൊക്കെ രക്ഷപ്പെടാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കരിയറിലേക്ക് വരാം. എവിടുന്ന് തുടങ്ങി, ലൈക്ക് എങ്ങനെയൊക്കെ സഞ്ചരിച്ചു ഇപ്പൊ എവിടേക്ക് നിൽക്കുന്നു? ഞാൻ തുടങ്ങിയത്, ഞാൻ ആദ്യമായിട്ട് എനിക്ക് ജോലി കിട്ടുന്നത് ഞാൻ MBA കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ എനിക്കൊരു കമ്പനിയിൽ ജോലി കിട്ടി, വെർച്വൽ അസിസ്റ്റന്റ് ആയിട്ട്. ഞാനൊരു 4 മാസം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് പറ്റില്ല എന്നുള്ള കാര്യം. നാട്ടിലൊരാൾക്ക് മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു അവിടെ ഒരു മീഡിയ കമ്പനിയിൽ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വന്നു, ഇന്റർവ്യൂ കൊടുത്തു, എനിക്ക് കിട്ടി. ഞാൻ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ആയിരുന്നു. അപ്പം അതൊരു എന്താ പറയാ ടിക്ടോക്കുമായിട്ട് എന്തോ കണക്ട് ചെയ്തൊരു കമ്പനിയായിരുന്നു. ഒരു ആഗ്രഹം എനിക്ക് റേഡിയോയിൽ കയറണം എന്നായിരുന്നു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എന്റെ CV അയച്ചു കൊടുത്തിട്ട് എനിക്ക് മിർച്ചിയിൽ ജോലി കിട്ടി. അങ്ങനെ ഒരു 3.5 കൊല്ലം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ട് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തിറങ്ങി. റിസൈൻ ചെയ്യുന്ന സമയത്ത് കാലിന്റെ അടിയിൽ മണ്ണ് ഒലിച്ചു പോണ അവസ്ഥയായിരുന്നു. കാരണം 5 പൈസ സേവിങ്സ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞത് കാരണം എന്റെ ഹസ്ബൻഡ് എന്റെ അടുത്ത് പറഞ്ഞു നീ എന്താ വെച്ചാൽ ചെയ്തോ, നമുക്ക് നോക്കാം. പക്ഷെ എനിക്ക് ഫസ്റ്റത്തെ കൊളാബ് വന്നു, അത് ഞാൻ ചെയ്തു. അങ്ങനെ പിന്നെ 1-2 കൊളാബൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മെയ് ആയപ്പം എനിക്ക് സ്റ്റാർ സിംഗറിന് എന്നെ വിളിച്ചു. സെർഗു സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നത്തെയും പോലെ ഞാൻ അന്തം വിട്ടു നിന്നു. പിന്നെ ഒരു 1.5 years സ്റ്റാർ സിംഗർ തന്നെയായിരുന്നു. ഇപ്പൊ ഞാൻ സിനിമ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഞാൻ 1-2 സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് റൈറ്റ് നൗ ഇപ്പൊ ഞാൻ നരേന്റെ നായികയുടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞത് പറയാൻ പാടുമോ എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെയാണ് ഫേസ് ആൻഡ് സ്കിൻ കെയർ റൂട്ടീൻ എവറി ഡേ ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ഞാൻ ഭ്രാന്തിയാണ് ലിറ്ററലി എഴുതി വെക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ സ്കിന്ന് നന്നായിട്ടിരിക്കാൻ, ഹെയർ നന്നായിട്ടിരിക്കാൻ വേണ്ടി എന്തും ഏത് അച്ഛൻ വരെയും പോകുന്നുള്ള സാധനം. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് ഭക്ഷണം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എനിക്ക് ഷുഗർ കഴിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്റെ മുഖത്ത് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് വരും. എല്ലാവരും ബോഡി പോസിറ്റിവിറ്റി പറയാറുണ്ട്, പക്ഷെ എന്റെ ബോഡി പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബ്രേക്ക് ഔട്ട് വരുമ്പോൾ ഭയങ്കര നെഗറ്റീവ്. അതുകൊണ്ട് അത് വരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്റെ പോസിറ്റിവിറ്റി. ഞാൻ ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്തു. ഓക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടും കഴിക്കില്ല എന്നല്ല കേട്ടോ, ഇടയ്ക്ക് ക്രേവിങ്സ് വരുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ സ്കിൻ കെയറിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ, നമ്മൾ വിചാരിക്കും ഈ കൊറിയൻ സ്കിൻ കെയറും കുറെ സാധനങ്ങളും കണ്ടിട്ട് ഇതൊക്കെ ചെയ്താൽ നമ്മുടെ സ്കിൻ നന്നാവുന്നു. നോ എന്ന് പറഞ്ഞാല് ഒരൊറ്റ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു സാധനം മാത്രം മതി നമ്മുടെ സ്കിൻ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം വന്ന ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാറ്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒരു വീഡിയോസും ഞാൻ ഫോളോ ചെയ്യാറില്ല. ഞാൻ എന്റെ പേജിലും ഞാൻ അങ്ങനത്തെ ഒന്നും പ്രൊമോട്ടും ചെയ്യാറില്ല. എനിക്ക് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒറ്റൊരു സാധനം, ഒരു മോയ്സ്ചറൈസർ മാത്രം ഞാൻ ഇടും, കൂടെ സൺസ്ക്രീൻ ഇടും. അതല്ലാണ്ട് ഞാനൊരു 10 സ്റ്റെപ്പ് സ്കിൻ കെയർ ഒന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് റൈസ് പൗഡർ ആട്ടോ. അതായത് അരിപ്പൊടി ചിലപ്പോൾ നമ്മൾ ഈ തൈരിലൊക്കെ കലക്കിയിട്ട് നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ് തോന്നാറുണ്ട്. ഹൗ ഓഫൻ വാഷ് യുവർ ഹെയർ? ലൈക്ക് എത്ര ദിവസം? ആഴ്ചയിൽ 2 ദിവസം. അതാണ് ഹെൽത്ത്. നമ്മൾ കഴിഞ്ഞ അംബിക മാമിന്റെ ഒരു ഇന്റർവ്യൂ എടുത്ത സമയത്ത് മാമും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ സാധനം. ഞാൻ ഇവരൊക്കെ പറഞ്ഞത് കണ്ടിട്ടാണ് കുളി നിർത്തിയത്. മിടുക്കി ഞാൻ മിടിക്കുന്നിട്ട് തന്നെ. ഞാൻ ആഴ്ചയിൽ 2 ദിവസം കുളിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് എണ്ണയൊക്കെ എടുത്ത് നമ്മൾ എണ്ണ ഒഴിച്ച് ഇങ്ങനെ കയ്യിലൊന്ന് ആക്ടിവേറ്റ് ചെയ്യണം. ശരിക്കും എണ്ണ ഒന്ന് ചൂടാക്കുമ്പോഴാവുള്ളൂ. അത് ചെയ്തിട്ട് ഞാൻ എണ്ണ തേച്ചിട്ട് കുളിക്കാറ്. ഓൺലൈൻ ഷോപ്പിംഗ് ആണോ ഇഷ്ടം?
ഇഷ്ടം, അല്ലെങ്കിൽ ഓഫ്ലൈനിൽ പോയി ഇട്ട് നോക്കി കണ്ട് അങ്ങനെ എങ്ങനെയാണ്? ഞാൻ ഓഫ്ലൈൻ്റെ ആളാണ്. എനിക്ക് ഈ ഓൺലൈൻ പരിപാടികളോടും താല്പര്യമില്ല. എനിക്ക് ഭയങ്കര ആശ്വാസം കിട്ടുന്ന ഒരു പരിപാടിയാണ് ഷോപ്പിംഗ് പോവുക. ഞാൻ കാര്യം പറയട്ടെ, എനിക്ക് മേടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഷോപ്പിംഗ് മോളിൽ പോയിട്ട് എല്ലാം ഒന്ന് കണ്ടാൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. അതെ, എനിക്കൊന്ന് പൊതുവേ നമ്മള് സ്ത്രീകൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇപ്പൊ കയ്യിലുള്ളതിൽ ഏറ്റവും ഹൈയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ ഒരു ഫാഷൻ ബ്രാൻഡ് ഏതാണ്? എനിക്ക് എന്റെ ഭർത്താവ് എനിക്ക് ഗുച്ചിന്റെ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അതുണ്ട്. അല്ലാണ്ട് അപ്രോക്സിമേറ്റ് കോസ്റ്റ് എത്ര വരെയായിരിക്കും അതിന്? എത്രയുണ്ട്? ഒന്നോ സംതിങ് എത്രയുണ്ട്? അങ്ങനെ എന്തുകൊണ്ട് അതിന്? എനിക്ക് കല്യാണത്തിന് ശേഷം എന്റെ ലൈഫ് എല്ലാം പച്ച പിടിച്ചിട്ടുണ്ട് ഉള്ളത് പറയാലോ. മേക്കപ്പ് പ്രൊഡക്ട്സിലോ? മേക്കപ്പ് പ്രൊഡക്ട്സിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ നാസിന്റെ ആണ്. എത്ര വരെ ഏകദേശം? അതിന് 3000. പിന്നെ നമ്മള് ഷാർലറ്റിന്റെ ഗ്ലോ ഫിൽറ്റർ എന്ന് പറഞ്ഞ സാധനം, അതിനും 4000 സംതിങ് എന്തോ വരുന്നത്. അതേ ഉള്ളൂ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പേടിയാണ് ചില പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഒരു പ്രൊഡക്റ്റ് സ്റ്റിക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ വർഷയുടെ റീലുകളിലെ പലപ്പോഴും റീലുകളിലോ അല്ലാതെ പറയുന്നത് കല്യാണം കഴിക്കുന്നത് വളരെ ഒരു പോസിറ്റീവായിട്ട് പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ കല്യാണം കഴിക്കാൻ പേടിയുള്ള, അതായത് കല്യാണത്തെ എപ്പോഴും എനിക്കൊന്ന് സ്ത്രീകൾക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ വി ആർ വെരി കോൺഷ്യസ്. അപ്പം അങ്ങനെയുള്ളവരോട് എന്താണ് ലൈക്ക് വർഷയ്ക്ക് പറയാനുള്ളത്? അതെന്താന്ന് വെച്ചാല്, ഇപ്പം ഞാൻ പറഞ്ഞു എന്റെ കല്യാണം ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പി. എന്തുകൊണ്ടാന്ന് പറയാൻ കാരണം, എനിക്ക് കിട്ടിയ എന്റെ പാർട്ട്ണർ ഭയങ്കര നല്ല മനുഷ്യർ. ഞാൻ പറഞ്ഞത് ആൾക്ക് കുറെ പൈസ ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ അക്ഷയനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അക്ഷയ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് മനുഷ്യന്മാരെന്നാലും കണ്ണതിൽ വെച്ചിട്ട്, പിന്നെ കുറെ ആണുങ്ങളെ കണ്ണതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇയാള് ഭയങ്കര നല്ല ആളാന്ന് തോന്നിയിട്ട്, ഭയങ്കര നല്ല മനുഷ്യനാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, കല്യാണത്തിന് മുന്നേ എന്നെ കണ്ട ഒരാൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കല്യാണത്തിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഭയങ്കര വലുതാണ്. അതിപ്പം എന്റെ ലൈഫാവട്ടെ, എന്റെ മറ്റു പല എല്ലാ കാര്യത്തിലും ഞാൻ ഭയങ്കര നന്നായിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരാൾ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം. എനിക്ക് ഉപദേശമൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് പറ്റിയ ആളെ കിട്ടിയെന്ന് തോന്നി കഴിഞ്ഞാൽ കെട്ടാം. പക്ഷെ അപ്പോഴും ചിലപ്പോ കെട്ടിയതാ നമുക്ക് മനസ്സിലാവും അത് പറ്റിയതല്ല എന്നുള്ളത്. ഐ എം ഹെൽപ്ലെസ്, ഐ എം കൈ കഴുകുകയാണ്. കാരണം ഇതൊക്കെ ഒരു എന്തോ ഒരു ഭാഗ്യാന്ന് എനിക്ക് അറിഞ്ഞു. ഓക്കെ, ഒരു ഷൂട്ടിന് പോകുന്നതിന് മുമ്പ്, ഫോട്ടോഷൂട്ട് ആയിക്കോട്ടെ വാട്ടെവർ, ഷൂട്ട് പോകുന്നതിന് മുമ്പ് തലേന്ന് വർഷം ചെയ്യുന്ന സെൽഫ് പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? സെൽഫ് കെയർ പറയുകയാണെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ടൊരു റുട്ടീൻ ഉണ്ട്. ഞാൻ അതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്റെ കൂടെ ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വെറും സൈക്കോണ് ഈ കാര്യത്തിലുള്ള കാര്യം. അതായത് എന്തൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാലും രാത്രി ഞാൻ ക്ലെൻസ് ചെയ്ത് എന്റെ മറ്റേ മോയ്സ്ചറൈസർ ഇട്ട്, എന്റെ ഒരു സിറം ഉണ്ട് രാത്രി ഇടുന്നത്, അതിട്ടിട്ടേ ഞാൻ കിടക്കുള്ളൂ. ലിപ് ബാം ഇട്ട് കിടക്കും. രാവിലെ ആണെങ്കിലും ഞാൻ എണീച്ച്, എനിക്ക് രാവിലെ നമുക്ക് വേറെ ക്ലെൻസർ നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ക്ലെൻസർ കൊണ്ട് മുഖം കഴുകി മോയ്സ്ചറൈസർ ഇട്ട് സൺസ്ക്രീൻ ഇട്ടിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. എന്ത് വന്നാലും ഞാൻ പറയട്ടെ, എന്ത് സംഭവിച്ചാലും ഞാനത് ചെയ്യും. ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തും, ഇപ്പൊ ഇടയ്ക്ക് ഞാൻ അക്ഷയനടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ 12-20 hours ഒക്കെ ഫ്ലൈറ്റിലായിരിക്കും. ഞാൻ കറക്റ്റ് എന്റെ നമ്മുടെ ഇന്ത്യൻ സമയം വാച്ചിൽ ഉണ്ടാവുമല്ലോ, അത് നോക്കി രാത്രിക്കുള്ളത് രാത്രിയും രാവിലേക്കുള്ളത് രാത്രി ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പുറത്ത് എന്തൊക്കെ തേച്ചിട്ട് കാര്യമില്ല, കഴിക്കുന്ന ഭക്ഷണം നല്ലതായിരിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായമല്ല, അത് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ നന്നായിട്ട് ഭക്ഷണം ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഇപ്പം പറയട്ടെ, ഞാൻ ഒട്ടും കഴിക്കില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്, ഇടയ്ക്ക് കഴിക്കുന്ന മുമ്പേയും കഴിക്കാറുണ്ട്. ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കുന്ന മുമ്പ് കഴിക്കാറുണ്ട്. ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൽ വളരെ കുറവാണ്. ശ്രമിക്കാറുണ്ട് അങ്ങനെ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. മാക്സിമം വീട്ടിൽ തന്നെ രാവിലെ ഇപ്പോൾ ഇഡ്ഡലിയോ ദോശയോ സാമ്പാറോ, ഉച്ചയ്ക്ക് ഇപ്പോൾ ചോറും കറി ഉപ്പേരിയോ, രാത്രി ആണെങ്കിൽ ചിലപ്പോൾ അതും ചോറും തന്നെ ആയിരിക്കും. പക്ഷെ ക്വാണ്ടിറ്റിക്ക് വെച്ചിട്ട് നല്ല പച്ചക്കറി ക്ലീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ചെയ്യേണ്ട സാധനം. വർഷം ഈ ഒരു ഫീൽഡിൽ തുടക്കം തൊട്ടേ അങ്ങനെ നമ്മുടെ ഈ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിൽ വന്ന് സർവൈവ് ചെയ്ത് സക്സസ്ഫുൾ ആയ ആളാണ്. സോ ഇതിലേക്ക് വരാനുള്ള പെൺകുട്ടികളുടെ അടുത്ത് വാട്ട് യു വാണ്ട് ടു ടെൽ, ലൈക്ക് അവരുടെ അടുത്ത് പറയാനുള്ള? ഞാനിപ്പം അതായത് ഏകദേശം ഈ വരുന്ന ഓഗസ്റ്റ് 1 അടുത്ത്, ഈ ഓഗസ്റ്റ് 1 6 വർഷമാവും ഞാൻ കൊച്ചിയിൽ വന്നിട്ട്. ഈ 6 വർഷത്തില് എനിക്ക് എടുത്ത് പറയത്തക്ക രീതിയിൽ ഉള്ള ഒരു സാധനം, ഒന്ന് സ്റ്റാർ സിംഗറും, പിന്നെ ഇപ്പൊ ഞാൻ ചെയ്ത ഒരു സിനിമയോ 2 സിനിമയോ, പിന്നെ ഇൻസ്റ്റഗ്രാമാണ്. അതിനിപ്പോ ഒന്നും കൊച്ചിയിൽ വരേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഞാൻ വിചാരിച്ച അല്ലെങ്കിൽ എന്റെ ആഗ്രഹം പോലെ ഒരുപാട് സിനിമ ചെയ്തൊരു വലിയൊരു ആളോ അങ്ങനെയൊന്നും ഞാൻ ആയിട്ടില്ല.
എനിക്ക് ഇത്രയും വർഷം എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് ചില ആൾക്കാര്, അതായത് ഇങ്ങനെയൊക്കെ വന്നിട്ട് വലിയ നിലയിലെത്തുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. എനിക്കപ്പോൾ ഭയങ്കരമായിട്ട് എന്റെ സെൽഫ് ഡൗട്ട് വരാറുണ്ട്. ഞാൻ ഡിപ്രഷൻ എന്നല്ല ഞാൻ പറയണത്, പക്ഷെ നമുക്ക് ഭയങ്കര എക്സോസ്റ്റ് ആവാറുണ്ട്. അതായത് ശരിയാവില്ല എന്ന് തോന്നാറുണ്ട്, നിർത്തി പോകണമെന്ന് തോന്നാറുണ്ട്, ഒക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഇതൊക്കെ കൂടെ ചേർന്നതാണ് എന്റെ ഈ ഒരു കഴിഞ്ഞ 6 വർഷം. ഇതിൽ ആൾക്കാർക്ക് പറയുന്നത് ഈ പറഞ്ഞ 1-2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. കൺസിസ്റ്റന്റ് അല്ല, ഒട്ടും കൺസിസ്റ്റന്റ് അല്ല. ഞാൻ എന്റെ MBA കഴിഞ്ഞിട്ടാണ് ഈ പണിക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് ഇന്ന് നാളെ എനിക്കിപ്പോ ഞാൻ പറയട്ടെ, ഇൻസ്റ്റഗ്രാം ഇല്ല, അല്ലെങ്കിൽ യൂട്യൂബ് ഇല്ല, ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടാവുക എന്താ, ഞാൻ ഏതെങ്കിലും ഒരു കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് കയറും. അതിനുള്ള എഡ്യൂക്കേഷൻ എനിക്കുണ്ട്. ഞാൻ HR മാർക്കറ്റില്ലെങ്കിൽ MBA കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് അത്യാവശ്യം മാർക്കുണ്ട്. എനിക്ക് 4 മാസം ഒരു 7-8 മാസത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അത്ര എനിക്ക് ഉള്ളൂ. കൂടുതലില്ലെങ്കിൽ കൂടിയിട്ടും എന്തെങ്കിലും ഒരു ചെറിയ ജോലിക്ക് എനിക്ക് കയറാൻ പറ്റും. വലിയ നിലയൊന്നുമല്ല, ചെറിയ ജോലിക്ക് എനിക്ക് കയറാൻ പറ്റും. അതാണ് എന്റെ ഒരേ ഒരു പ്ലാൻ B എന്ന് പറയുന്നത്. അപ്പം എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വീണ്ടും പറയാണ്. ഇപ്പൊ ഒരു കുറച്ച് പേര് പറഞ്ഞു കേട്ട കാര്യമാണ്, അതായത് എന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഫുൾ A+ കിട്ടിയ കുട്ടികളെക്കാൾ കൂടുതൽ ഞാൻ ഏൺ ചെയ്യുന്നുണ്ടെന്ന് ചില ക്രിയേറ്റേഴ്സ് പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ടായി. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കൺസിസ്റ്റന്റ് അല്ലല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, ക്ലാസ്സിൽ എന്റെ ഒപ്പം പഠിച്ച ഒരു ഡോക്ടർ മരിക്കുന്നത് ഒരു ഡോക്ടറാണ്. അവർ പ്രാക്ടീസ് ചെയ്ത് അവർക്ക് വരുമാനം ഉണ്ട്, അവർക്ക് ജീവിക്കാൻ പറ്റാതെ. എഞ്ചിനീയർ മരിക്കുന്നത് ഒരു എഞ്ചിനീയറാണ്. അവർ ഗവൺമെന്റ് സെക്ടറിൽ എവിടെയും കയറി കഴിഞ്ഞാൽ അവർക്ക് വരുമാനമുണ്ട്. ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണെങ്കിൽ അവർ റിട്ടയർഡ് ആവുന്നത് അവർക്ക് വരുമാനമുണ്ട്. നമ്മൾ അവരെ കളിയാക്കി പറയുമെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും, ഇപ്പൊ ഞാൻ നല്ല നിലയിലെത്തിയെന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്ര കിട്ടുന്നെന്ന് പറയുമെങ്കിൽ കൂടിയിട്ടും നമ്മളത് നിലനിൽപ്പില്ലാത്തൊരു സാധനം. ഇന്നുണ്ട്, നാളെ ഉണ്ടോന്ന് അറിഞ്ഞൂടാ. അപ്പം ഈ കാണുന്ന ട്രെൻഡുകളൊന്നും ഫോളോ ചെയ്യാണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുകയും +2 മാർക്ക് മേടിക്കുകയും അത് കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി എങ്കിലും മിനിമം എടുക്കാനെങ്കിലും നോക്കിയതിനു ശേഷം മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി. ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം പെട്ടെന്ന് കിട്ടണമെന്നില്ല ഈ ഒരു ഫീൽഡിൽ. ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ നല്ലത്, കിട്ടിയില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലാൻ B ഉണ്ടാക്കണം. കാരണം ലൈഫിൽ നമുക്ക് എവിടെയും ഒന്നും ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് കുറെ ഡ്രസ്സ് കിട്ടുന്നു, അല്ലെങ്കിൽ എനിക്ക് കുറെ കൊളാബുകൾ കിട്ടുന്നു, കുറെ ആൾക്കാർ വരുന്നു, ഇത് മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു മാസം ചിലപ്പോൾ നമുക്കൊരു എൻക്വയറി വന്നില്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. കാരണം എനിക്ക് കാറിന് EMI ഉണ്ട്. അത് ഞാൻ എന്താണെങ്കിലും എന്റെ മാസം 5-ാം തീയതി എന്റെ അക്കൗണ്ടിൽ നിന്ന് പോകും. പോയിട്ടില്ലെങ്കിൽ എനിക്ക് വിളിയും വരും, എന്റെ മറ്റേ സീൽ സ്കോറിന് ബാധിക്കും, പ്രശ്നങ്ങൾ വരും. അപ്പം ഇതൊക്കെ കൂടിയാണ് അതിന്റെ സൈഡിലുള്ള കാര്യങ്ങൾ. അല്ലാണ്ട് നമുക്ക് കാണുന്ന ഗ്ലാമറും സന്തോഷവും ഇത് മാത്രമൊന്നും അല്ല. പിന്നെ ഒരു മിനിറ്റിൽ തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സ് വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. സർവൈവിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ആലോചിച്ചുള്ളൂ, ഞാൻ എന്ത് ചെയ്യേണ്ട, കണ്ടന്റ് വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പണ്ടത്തെ പോലെ എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല. ഞാൻ അങ്ങനെ കുറെ ചിന്തിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ കൂടെ ചേർന്നതാണ്. ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇറങ്ങുക, മനോധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം ഈ ഒരു ഫീൽഡിലേക്ക് വരിക എന്നുള്ളത്. അത് ഇനി എന്താണ് വർഷയുടെ ഒരു ഭാവി പരിപാടികൾ? എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടികളൊന്നും സത്യം പറഞ്ഞില്ല. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അതിന്റെ ഒരു സമയത്ത് എനിക്ക് നടക്കുകയാണ്. അല്ലാണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല 5 വർഷത്തിൽ ഞാൻ ഇന്ന നിലയിലെത്തും എന്നൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു പ്ലാനില്ല. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം വർഷ. ലിറ്റിൽ ടോക്സിൽ വന്ന് നമ്മൾ കുറച്ചധികം വിശേഷങ്ങൾ സംസാരിച്ചു. എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നടക്കട്ടെ. താങ്ക് യു.